എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബിഗ് മോമിന്റെ കപ്പലായിരിക്കും കാണിക്കുക. കപ്പലിൽ നിന്ന് ഒരാൾ മാത്രം സേഫായി മുകളിലേക്ക് കയറി വരികയാണ്. അവന്റെ കാൻഡി പവർ വെച്ച്. കാൻഡി പവർ ഉള്ളവൻ അവൻ മറ്റാരുമല്ല, സാക്ഷാൽ പരസ്പരം. അവനാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഉറുഗഷിമയുടെ അടുത്തെത്തി. അവനിപ്പോ മാർക്കോയോടും കെങ്ങിനോടും ഒരുപാട് ദേഷ്യം. കഷ്ടപ്പെട്ടാണ് ഓരോ തവണയും ആ ഒരു വാട്ടർഫാൾസ് കയറി മുകളിലെത്തുന്നത്. 2 തവണയും അവർ ഓരോരുത്തരായിട്ട് അവരെ തള്ളി താഴെയിട്ടു. സോ ലൂഫിയോടൊപ്പം കോയെയും ആ കിങ്ങിനെയും അവർ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഫുൾ പവറിൽ അങ്ങനെ കയറി വരികയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ചോപ്പറിനെയും ഉസോപ്പിനെയും കാണിക്കും. അവർ രണ്ടുപേരും നിർത്താതെ ബിഗ് മോമിന്റെ ഫേസിൽ തന്നെ അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യുകയാണ്. ഒരുപാട് സമയം നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ബിഗ് മോമിന്റെ അനക്കമില്ല. അവിടെ മുഴുവൻ നല്ല രീതിയിൽ പുക എങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അവർ അല്പസമയം വണ്ടി നിർത്തി ആകാംക്ഷയോട് കൂടെ ഒന്ന് നോക്കും ബിഗ് മോമിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ. പക്ഷെ അവർക്കാണെങ്കിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ബിഗ് മോം അവൾ ആ പുകയ്ക്കിടയിൽ നിന്ന് പുറത്തേക്ക് സ്റ്റൈലായിട്ട് വരികയാണ്. ഉസോപ്പാണെങ്കിൽ വണ്ടി അത് റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും അവൾ ആ വണ്ടിയിൽ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ നമ്മുടെ ആൾക്കാരും അങ്ങനെ തെറിച്ച് ദൂരേക്ക് പോവും. ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവളുടെ പവർ എടുത്ത് എപ്പോഴും ചോദിക്കാറുള്ളത് പോലെ അവരോട് ചോദിക്കും, ലൈഫ് ഓർ ഡെത്ത്. അവർക്ക് ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവളുടെ സൺ പവർ ഇപ്പൊ ബിഗ് മോമിനെ വിളിക്കുക. ബിഗ് മോം, നമ്മുടെ ക്ലൗഡ് പവറിനെ അവനെ അടിച്ചുകൊണ്ട് പോയ ആ പെൺകുട്ടിയെ അവളെ ഞാൻ കണ്ടെത്തി. എത്രയും വേഗം ഇങ്ങോട്ട് വായോ എന്ന് പറയും. സമയം ടീമാണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. ബിഗ് മോം അവിടേക്ക് വന്ന അത് വലിയ കുഴപ്പമാണ്. മാത്രമല്ല ഇതൊരു ഓപ്പൺ സ്പേസ് അല്ല, മറിച്ച് വെറും ഒരു റൂം മാത്രമാണ്. ഇവിടെ ബിഗ് മോമിനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം. മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവിടേക്ക് പാഞ്ഞടുക്കും. ഇവിടെയാണെങ്കിൽ ആ കണ്ടെയ്നർ വണ്ടി അതിപ്പോ പതിയെ പതിയെ ആ റോബോട്ട് മനുഷ്യനാവാനായിട്ട് തുടങ്ങുകയാണ്. എത്രയും വേഗം ബൈക്കിന്റെ അടുത്തേക്ക് എത്തണം. ഡ്രൈവ് ചെയ്ത ആ ഒരു ബൈക്ക് അതും ഇതുമായിട്ട് കമ്പൈൻ ആയെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും ഒരു റോബോട്ടായി മാറുള്ളൂ. പക്ഷെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അതിലും പേടി ബിഗ് മോമിനെ കുറിച്ചാണ്. അവളാണെങ്കിൽ ഇപ്പോ നാമിയാൻ ടീമിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ സാഞ്ചിയുണ്ട്. സോ അവൻ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല എന്നൊരു വിശ്വാസം അത് അവർക്കിപ്പോ ഉണ്ട്. അതേസമയം ഇവിടെ ബിഗ് മോം ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള ലൈഫ് പവർ അത് അവിടെ ഉണ്ടായിരുന്ന ചുമരിന്, കൊടയ്ക്ക്, ചെറിയ ചെറിയ തിങ്സിന് അതെല്ലാം കൊടുത്ത് അവളോടൊപ്പം കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇവിടെ ആ സൺ പവർ ആണെങ്കിൽ ബിഗ് മോമിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. മോം ഓടിവായോ, അവരിവിടെ തന്നെയുണ്ട്. എത്രയും വേഗം അവരെ പിടിച്ച് അവരെ പണിഷ് ചെയ്യണമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് നാമിയും ക്ലൗഡ് പവറും അവരാണെങ്കിൽ ഒരു ഭാഗത്ത് അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ക്ലൗഡ് പവർ ആണെങ്കിൽ ഇപ്പൊ നാമിയുടെ ഗുഡ് ഫ്രണ്ടാണ്. അവൻ അവളോട് ചോദിക്കും, നാമി, ബിഗ് മോം അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം, അതല്ല എങ്കിൽ നിന്നെ എന്നെയും അവര് ഇല്ലാതാക്കും. പെണ്ണാണെങ്കിൽ ബിഗ് മോം അവരാരാണെന്ന് അറിയില്ല. സോ അവള് കാഷ്വലായിട്ട് ചോദിക്കും, അതൊരു വയസ്സായ ലേഡിയല്ലേ, അവരെ ഇത്രയും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നാമി ആണെങ്കിൽ ആ ചോദ്യം കേട്ട് വണ്ടർ അടിക്കുകയാണ്. ഓ നോ, നിനക്ക് അവരുടെ സ്ട്രെങ്തും പവറും എന്താണെന്ന് അറിയില്ല. അവർ വലിയൊരു വാർലോഡാണ്. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂന്ന് പറഞ്ഞ് അവർ ഉഷാറായിട്ട് ചാടി ഓടും. പക്ഷെ ബിഗ് മോം ആണെങ്കിൽ അപ്പോഴും കാഷ്വലായിട്ട് നടന്നു വരും. അവരെത്രയൊക്കെ ദൂരം രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് അതിന് കഴിയില്ല. തീർച്ചയായിട്ടും അവരെ ഞാൻ എന്റെ കൈപ്പിടിയിൽ ഒതുക്കും. അതേസമയം ഇവിടെ റോബിനും ജിംബയും അവരാണെങ്കിൽ എല്ലാവരുടെയും മുൻപിലൂടെ തലയൊക്കെ അങ്ങനെ നിവർത്തി പിടിച്ച് നടന്ന് നീങ്ങുകയാണ്. അവിടെയുള്ള സോൾജിയേഴ്സ് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് പാമ്പായി കിടക്കായതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയില്ല. അപ്പൊ ഏതോ ഒരു സോൾജിയർ ആണെങ്കിൽ റോബിനെ പിടിച്ചു വലിക്കും. വായോ, നമുക്ക് ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കാന്ന് പറഞ്ഞ് അവൾ അങ്ങനെ അവന്റെ മാറോട് ചേർക്കുകയാണ്. അതിൽ കലിയിളകിയ റോബിൻ അവളുടെ കൈ അങ്ങനെ നീട്ടി കൈ ചുരുട്ടി അവന്റെ മുഖത്ത് ആഞ്ഞരട്ടി. അവൻ അടി കിട്ടി താഴെ വീഴും. അപ്പോഴായിരിക്കും ഒറോച്ചിയുടെയും ക്വീന്റെയും ഒരു അനൗൺസ്മെന്റ് കേട്ട് എല്ലാവരും മുകളിലേക്ക് നോക്കും. അപ്പൊ നമ്മുടെ ആൾക്കാർ കാണും മൊമന്റോസ്കയെ ഒരുപാട് അടിയൊക്കെ കൊടുത്ത് ിൽ അങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഒറോച്ചി ആണെങ്കിൽ വിളിച്ചു പറയും, 20 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മൾ മരണപ്പെട്ടു എന്ന് കരുതിയ ഓഡന്റെ മകൻ മൊമന്റോസ്കി അവനിപ്പോ തിരികെ വന്നിരിക്കുകയാണ്. അവനെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞ് അവൻ ചൂണ്ടിക്കാണിക്കും. ഇവനോട് നമ്മൾ ഇപ്പൊ ഒരു വലിയ കരുണ അത് കാണിക്കാനായിട്ട് പോവാണ്. ഇവന്റെ പപ്പയോടൊപ്പം നമ്മൾ ഇവനെ പറഞ്ഞയക്കാൻ പോവുകയാണെന്ന് പറയും. അതായത് ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മൊമന്റോസ്കിയെ കൊല്ലാനായിട്ട് ഒറോച്ചി തീരുമാനിച്ചു. അതേസമയം ലോങ് ഷോട്ടില് സാക്ഷാൽ കൈഡോ അവനാണെങ്കിൽ കാര്യങ്ങളൊന്നും ഇഷ്ടാവില്ല. ഓ നോ, ഇതെന്റെ നല്ലൊരു ടീ പാർട്ടിയാണ്, അതവൻ മാക്സിമം സ്പോയിൽ ആക്കുകയാണ്, എന്നെ കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായി ഒറോച്ചിയെ നോക്കി പല്ല് കടിക്കും. അങ്ങനെ കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരുപാട് സോൾജിയേഴ്സ് സോറോയെ നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോറോ ആണെങ്കിൽ എല്ലാ ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഓരോ ഭാഗത്തേക്ക് ഓടി ഓടി വരികയാണ്. അപ്പോഴായിരിക്കും
വേറെ 4 പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അവരവിടേക്ക് കടന്നു വരിക. അവരാണെങ്കിൽ അവരുടെ തന്നെ പവർ കുറഞ്ഞ സോൾജിയേഴ്സിനെ തല്ലി തകർത്തായിരിക്കും ഇപ്പോൾ സോറോയെ പിടിക്കാൻ അടുത്തേക്ക് വരിക. ഇവരാണ് ആ പവർ യൂസേഴ്സ്, ഗിഫ്റ്റേഴ്സ്. ആ പവർഫുള്ളായ ആൾക്കാർക്കാണെങ്കിൽ സോറോയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ നിസ്സാരക്കാരനല്ല എന്ന്. അവന്റെ പവർ അത് വേറെ ലെവലാണെന്ന് അവർ തിരിച്ചറിയും. അവർ കാഷ്വലായി അവരോട് ചോദിക്കും, ഓ നീയാണോ കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ ആഗ്രഹിക്കുന്നത്? നിന്നെ കൊണ്ടെന്നല്ല ആരെ കൊണ്ടും അതിന് കഴിയില്ല. നിനക്കൊരല്പം പവറൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഞങ്ങളുടെ ബോസിന്റെ അത്രയും പവർ അത് ആർക്കും ഇല്ല. ഈ കോട്ട അത് ആരുടേതാണെന്ന് അറിയാമോ? ഞങ്ങളുടെ ബോസ് സാക്ഷാൽ കൈഡോയുടേത്. അദ്ദേഹമാണ് അടുത്ത കിങ് ഓഫ് പൈററ്റ് എന്ന് പറയും. ഓരോണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എനിക്കല്ല, എൻ്റെ ടീം ക്യാപ്റ്റൻ ലൂഫി, അദ്ദേഹത്തിനാണ് കിങ് ഓഫ് ദ പൈററ്റ് ആവേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പൈററ്റ് കിങ് ആക്കി മാറ്റും. അത് കേട്ട് ആ സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ പരസ്പരം നോക്കും. ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്തോടെ. അതിന് സോറോയോ ഒക്കെ പറഞ്ഞ് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോറോ ആണെങ്കിൽ ചുറ്റും നോക്കും. ആ ഗിഫ്റ്റേഴ്സ് അടക്കം ഒരുപാട് പേര് അവനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അവനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് അവരെ പുറച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു ഘട്ടം എത്തുമ്പോൾ തന്നെ ആ ഗിഫ്റ്റേഴ്സ് തിരിച്ചറിയും അവര് വിചാരിച്ചതിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ആളാണ് സാക്ഷാൽ സോറോ. അതുകൊണ്ട് തന്നെ അവരൊരു ഓഫർ കൊടുക്കുകയാണ്. ഞങ്ങൾ ഒരു ഓഫർ തരാം, നീ എല്ലാം മറന്ന് കൈഡോയുടെ അസിസ്റ്റന്റായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് രാജപദവി അത് ഞങ്ങൾ തരും. പക്ഷെ സോറോ അത് കേട്ട് ചിരിച്ച് വീണ്ടും അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവന്റെ പോരാട്ടത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കൈഡോയുടെ മകളെ കാണിക്കും. അവളാണെങ്കിൽ നിർത്താതെ ലൂഫിയായിട്ട് ഓടുകയാണ്. ലൂഫിക്കാണെങ്കിൽ ടെൻഷൻ അതങ്ങനെ കൂടി വരും. കാരണം അവൾ എന്തിനായിരിക്കും അവനെ തൂക്കിക്കൊണ്ട് പോകുന്നതെന്ന് അവൻ അറിയില്ല. മാത്രമല്ല അവള് കൈഡോയുടെ മകളാണ്, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ അത് അവൻ്റെ ഉള്ളിൽ അങ്ങനെ കൂടി വരും. ലൂഫിക്കാണെങ്കിൽ പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സോ അവൻ നൈസായിട്ട് അവളുടെ കയ്യിൽ നിന്ന് സ്കിപ്പായി തറയിൽ വന്ന് അങ്ങനെ ലാൻഡ് ചെയ്യാണ്. അവളാണെങ്കിൽ ലൂഫിയോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് നീ അല്പസമയം ക്ഷമയോടുകൂടെ ഞാൻ പറയുന്നത് കേൾക്കണം. ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് എനിക്ക് നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് നീയുമായി ഒരു സേഫായ സ്ഥലത്തേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഒരല്പസമയം അതെനിക്ക് തന്നേ പറ്റൂന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ലൂഫിയോട് എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കും. അതേസമയം അൾട്ടി അവൾക്ക് ഒരുപാട് അടി ഇട്ടിയൊക്കെ കിട്ടി. മൂക്കിലൂടെയും വായിലൂടെയും ചോരയൊക്കെ ഒലിപ്പിച്ച് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. പേജ് വണ്ണാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. അതിനുശേഷം നടന്ന കാര്യങ്ങൾ അത് അവർ ആലോചിക്കുകയാണ്. ആ ഒരു ഇരുമ്പ് റാഡ് അതുപയോഗിച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയിലാണ് പേജ് വണ്ണിനും ആൾട്ടിക്കും അവർക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റിയത്. അടിയുടെ ഇമ്പാക്റ്റിൽ ആൾട്ടിയുടെ ബോഡി മുഴുവൻ ചോര. പേജ് വണ്ണാണെങ്കിൽ ഇപ്പൊ മെഡിക്കൽ ടീമിനെ അവിടേക്ക് വിളിക്കുകയാണ്. ആൾട്ടിക്ക് മാത്രമല്ല പേജ് വണ്ണിനും നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് പേജ് വണ്ണാണെങ്കിൽ നമ്മുടെ ആൾക്കാർ അന്വേഷിച്ചു പോകാൻ തയ്യാറാവും. അതേസമയം മെഡിക്കൽ ടീം ആണെങ്കിൽ അവളെ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അതിൽ കലി ഇളകി അവളാണെങ്കിൽ അവരെ അട്ടിച്ച് തെറിപ്പിച്ച് വണ്ണിന്റെ ദേഹത്തേക്ക് ചാടി കയറും. ഓ നോ, അവരെന്നെ അറ്റാക്ക് ചെയ്തു, എന്റെ ഫേസ് മുഴുവൻ ചോരയാണെന്ന് പറഞ്ഞ് അവൾ കരയും. അടുത്ത നിമിഷം ഒരു സോൾജിയർ ആണെങ്കിൽ അവിടേക്ക് വന്ന് പേജ് വണ്ണിനോട് ലൂഫിയും കൈഡോയുടെ മകളും അവർ രണ്ടുപേരും എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കും. അത് കേൾക്കേണ്ട താമസം പേജ് വണ്ണാണെങ്കിൽ അവിടെ ലക്ഷ്യമാക്കി ഓടുകയാണ്. അതേസമയം ഇവിടെ ആണെങ്കിൽ അവൾ പറയുന്ന ഒന്നും ശ്രദ്ധിക്കില്ല. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂന്ന് പറഞ്ഞ് അവന്റെ 4th ഗിയർ എടുത്ത് അവൾ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ ഒരു അറ്റാക്ക് അത് നൈസായിട്ട് തടയുമെന്നല്ലാതെ അവനെ തിരികെ അറ്റാക്ക് ചെയ്യില്ല. അവൾ അവനോട് റിക്വസ്റ്റ് ചെയ്യും, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കേട്ട് അതിനുശേഷം മാത്രമേ നീ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. റോള് പോയ ലൂഫി ആണെങ്കിൽ അവന്റെ ഓരോരോ പവറുകൾ ഉപയോഗിച്ച് അവൾ പുറഞ്ഞ് അട്ടിക്കുകയാണ്. ആ പവർ എല്ലാം തന്നെ അവൾ ഈസി ആയിട്ട് അങ്ങനെ തട്ടി മാറ്റും. എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഇവിടെ വെച്ച് എനിക്കത് പറയാനായിട്ട് കഴിയില്ല, ബാക്കിയുള്ളവർ അത് ശ്രദ്ധിക്കും. സോ സേഫായ ഒരു ഭാഗത്തേക്ക് നിന്നെ കൊണ്ടുപോയതിനു ശേഷം ആയാലും നിന്നോട് ഞാൻ ആ കാര്യം പറയും. അത് കേട്ട് കഴിയുമ്പോൾ നീ തന്നെ ഞെട്ടൂന്ന് പറഞ്ഞ് ലൂഫിയുടെ ഓരോ പഞ്ചും അവൾ തടയും. അവൾ ലൂഫിയോട് പറയും, നിന്നോട് ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നിന്റെ ബ്രദറിനെയാണ്. ആക്ച്വലി ഞാനും നിന്റെ ബ്രദറും ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്തിരുന്നു. ഇത് കേട്ട് ലൂഫി അവൻ ഞെട്ടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.